ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും SITയെയും കടന്നാക്രമിച്ച് ഹൈക്കോടതി. ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ രൂക്ഷ വിമർശനം. മകൻ SP ആയതുകൊണ്ടാണ് ആശുപത്രിയിൽ പോയി കിടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടിയോട് യോജിക്കാൻ കഴിയില്ല. ഈ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഹൈക്കോടതി എല്ലാം പോറ്റിയെ ഏൽപ്പിച്ചാൽ പിന്നെ ദേവസ്വം ബോർഡിന്റെ ജോലി എന്താണ്? ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് സ്വർണം ചെമ്പാക്കിയതെന്നും പത്മകുമാർ എഴുതി ചേർത്തതെന്നും ഹൈക്കോടതി വിമർശിച്ചു. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, അതിശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. സംഘടിത സ്വർണ്ണ കവർച്ചയാണ്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും SITയെയും ഏതൊക്കെ രീതിയിലാണ് ഹൈക്കോടതി വിമർശിക്കുന്നത്? കേസിൽ 3 പ്രതികളുടെ, അതായത് മുരാരി ബാബു, പത്മകുമാർ, ഗോവർദ്ധൻ, ഈ 3 പേരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിച്ച സമയത്താണ് ഹൈക്കോടതി SITക്കെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും തിരിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതിങ്ങനെയാണ്: ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുകയാണ്, മകൻ SP ആണ്, അതാണ് ആശുപത്രിയിൽ പോയതെന്നുള്ള ഒരു പരാമർശമാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് മാത്രമല്ല, എന്ത് അസംബന്ധമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നതെന്നുള്ള ചോദ്യവും SITക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് യോജിപ്പില്ല, SITയുടെ നടപടി അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ച നിലപാട്. അതായത് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള ഒരു അതൃപ്തിയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെയും ഇതേ ബെഞ്ച് തന്നെയാണ് ശങ്കരദാസിനെയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. അതിന് തൊട്ടു പിന്നാലെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടന്നു. പക്ഷേ ശങ്കരദാസ് സുപ്രീം കോടതി അടക്കം സമീപിച്ച് പിന്നീട് ആശുപത്രിയിലടക്കം പോവുകയും ചെയ്തു. മകൻ SP ആയതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിൽ ശങ്കരദാസ് അഡ്മിറ്റ് ആയതെന്നുള്ള പരാമർശമാണ് ഇതിൽ ഏറെ പ്രസക്തമായിട്ടും പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടത്. കാരണം തന്ത്രിയടക്കം അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു. പക്ഷേ ഈ കോടതി 2 തവണ ഉന്നയിച്ച ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള, പ്രമുഖനായിട്ടുള്ള, എല്ലാ തരത്തിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ശങ്കരദാസിനെ എന്തുകൊണ്ടാണ് SIT സംഘം ഒഴിച്ചു നിർത്തുന്നത്? കോടതി പോലും ചോദ്യം ഉന്നയിച്ചിട്ടും മൗനം അവലംബിക്കാനായിട്ട്, അല്ലെങ്കിൽ മൗനത്തിൽ തന്നെ എന്തുകൊണ്ടാണ് SIT തുടരുന്നത്? ഇപ്പോഴും ഇക്കാര്യത്തിൽ നിശബ്ദത പുലർത്തുകയാണ് SIT. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ ഹൈക്കോടതിക്ക് പോലും വരുത്താനായിട്ട് SITക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടികളോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള പരാമർശത്തിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത്. അത് മാത്രമല്ല, പത്മകുമാറിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. പത്മകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്വമാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പിക്ചർ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിലൊന്നും തന്നെ ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അഭിഭാഷകൻ മുഖേന പത്മകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. പക്ഷേ അത് ഖണ്ഡിച്ചത് ഹൈക്കോടതി ഇങ്ങനെയാണ്: ബുദ്ധിപൂർവ്വം കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ഉദ്ദേശം ഈ എഴുതി ചേർത്തതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പത്മകുമാറിന് നേരെ വിമർശനമായിട്ട് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഹൈക്കോടതി വെറുതെ വിട്ടിട്ടില്ല. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതെ രേഷ്മ, നമുക്കറിയാം ഇതിനു മുൻപും ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് SITക്കെതിരെ ഉന്നയിച്ചത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്ന സമയത്തെല്ലാം കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ അതിനൊന്നും കൃത്യമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ തുടരന്വേഷണത്തിൽ അതിലൊരു വ്യക്തത വരുത്താനോ SIT ശ്രമിച്ചിട്ടില്ല. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും SITയെ കീഴ്പ്പെടുത്തുന്നു. എന്തായാലും ഹൈക്കോടതി വളരെ നിശിതമായി വിമർശിക്കുന്നു, പല പ്രസക്തമായ ചോദ്യങ്ങളും ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ശങ്കരദാസിലേക്ക് എത്താത്തത്? മകൻ SP ആയതുകൊണ്ടാണോ ആശുപത്രിയിൽ പോയി ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ SITക്കെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി പ്രതികരിക്കുന്നത് എന്നുള്ളത്. SITയുടെ വീഴ്ച എന്താണ് എന്നുള്ളത് ഹൈക്കോടതി കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതും ഇവിടെ ബോധ്യമാകുകയല്ലേ? ശങ്കരദാസിനെ പരാമർശിച്ചുകൊണ്ട് ഹൈക്കോടതി നേരത്തെ നടത്തിയ ഒരു പരാമർശം എന്ന് പറയുന്നത്
ചിലരെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് SIT. ഈ പറയുന്ന മറ്റു ചിലരെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു? അതിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു ശങ്കർദാസും വിജയകുമാറും. പക്ഷേ ഈ ശങ്കർദാസിനെ വീണ്ടും തൊടാനായിട്ട് SITക്ക് സാധിച്ചില്ല. പകരം വിജയകുമാറിലേക്ക് മാത്രം പോവുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം തന്ത്രിയിലേക്കും എത്തി. ഇപ്പോൾ ശങ്കർദാസ് സേഫായിട്ട് തന്നെ നിൽക്കുകയാണ്. ശങ്കർദാസിലേക്ക് SITയുടെ അന്വേഷണം എത്തുന്നില്ല. SIT പിടികൂടാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നുമില്ല. ഇത് തന്നെയാണ് ഇന്ന് വീണ്ടും ഈ 3 ജാമ്യാപേക്ഷകൾ പരിഗണിച്ച സമയത്ത് ഈ കേസിന്റെ എല്ലാ സാഹചര്യങ്ങളും പശ്ചാത്തലവും ഒക്കെ തന്നെ ഹൈക്കോടതിയുടെ ഓരോ ബെഞ്ചിനും ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KP ശങ്കർദാസ്, അതായത് ഈ ജാമ്യാപേക്ഷയിൽ ഒന്നും ഇല്ല എങ്കിൽ കൂടി പക്ഷേ ശങ്കർദാസിന്റെ പ്രാധാന്യം ഇക്കാര്യത്തിൽ ഹൈക്കോടതി മുഖവിലേക്ക് എടുത്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്ത SITക്കെതിരെ ആ നടപടിയോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം SITയുടെ നടപടി ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാചകം. കാരണം ഈ ശങ്കർദാസ് പോലെയുള്ള ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പത്മനാഭ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ശങ്കർദാസിന് കൃത്യമായിട്ട് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ശങ്കർദാസിനെ ഈ ഒരു വിഷയമായി ബന്ധിപ്പിക്കുന്ന പലവിധ തെളിവുകളുണ്ട്. എന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് പുറത്തു നിൽക്കുന്നതെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഏതൊരു പൗരനും ഉണ്ടാകുന്ന പോലെ നീതിന്യായ സ്ഥിതിക്കുന്നുണ്ടായി. അതുതന്നെയാണ് ഹൈക്കോടതി ചോദ്യമായിട്ട് 2ാം തവണ ഉന്നയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ഉന്നയിച്ചപ്പോഴും SITക്ക് യാതൊരുവിധ കുലുക്കവും ഉണ്ടായില്ല. വിജയകുമാറിലേക്ക് മാത്രം അന്വേഷണം എത്താനായിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ SIT പുലർത്തി. അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് രേഷ്മ, വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ചിലത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണി എന്ത് എന്ന് തന്നെയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കാൻ SIT വരുത്തിയ കാലതാമസം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും ആചാരപരമായ കാര്യങ്ങൾ ലംഘിച്ചു, മൗനാനുവാദം നൽകി എന്നൊക്കെയുള്ളതാണ് ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഇതിന് ബാധകമല്ല. ഇതിൽ കൃത്യമായി കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വളരെ ബുദ്ധിപൂർവം സ്വർണം ചെമ്പാക്കി എന്നുള്ളത് പത്മകുമാർ എഴുതി ചേർത്തു എന്ന് ഹൈക്കോടതി വിമർശിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ നീങ്ങുന്ന ഒരു ദേവസ്വം ബോർഡ് എന്തിന് എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ കൃത്യമായി ഹൈക്കോടതി എവിടെയാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നുകൂടി വ്യക്തമാകുകയല്ലേ? പൂർവ്വം കുറ്റം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിച്ചള ചെമ്പെന്ന് പത്മകുമാർ എഴുതി ചേർത്തതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പത്മകുമാർ കോടതിയെ പക്ഷെ അറിയിച്ചത് അതിലൊന്നും ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. രേഖപ്പെടുത്തിയ മിനിറ്റ്സിലൊക്കെ തന്നെ താൻ രേഖപ്പെടുത്തിയതിൽ യാതൊരു ബോധപൂർവമുള്ള ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു വാദം. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അത്തരമുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന പത്മകുമാർ. ഉത്തരവാദിത്തം കൂടുതലായിട്ട് പത്മകുമാറിനുണ്ട് എന്ന് ഹൈക്കോടതി ആവർത്തിക്കുകയൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കവർച്ചയിൽ എന്ത് തന്നെ നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പത്മകുമാറിനുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പത്മകുമാറിന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ആരുമല്ല, പക്ഷേ എല്ലാമാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ചെറിയ മീനിനെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഇരയെ ഇട്ടുകൊണ്ട് വലിയ മീനിനെ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നതെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുന്നതിലുള്ള ഒരു അമർഷം ഹൈക്കോടതി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, SITയുടെ നിലവിലെ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശങ്കർദാസിനെ പോലുള്ള ഒരു വ്യക്തിയെ, ഈ കേസിലെ തന്നെ പ്രധാന കണ്ണിയായിട്ടുള്ള വ്യക്തിയെ പുറത്തു നിർത്തിക്കൊണ്ട് അന്വേഷണം കൊണ്ടുപോകുന്നതിനുള്ള അസംതൃപ്തിയാണ് ആ വിമർശനത്തിലൂടെ ഹൈക്കോടതി ഉന്നയിച്ചത്. മാത്രമല്ല, മകൻ SP ആയതുകൊണ്ട് തന്നെ ശങ്കർദാസിനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള ശ്രമം SITയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നും ഹൈക്കോടതിയുടെ വിമർശനത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. രോഹിണി. ശരി രേഷ്മ, ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും SITയെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.